നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, കറണ്ട് ഒരു ട്രെൻഡ് എങ്ങനെയാണ്, ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റിയെ കുറിച്ചായാലും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിരിക്കുന്ന വീഡിയോസ് ഒന്ന് ശ്രദ്ധിക്കുക. നിഫ്റ്റിക്ക് 24,300 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റി പോസിറ്റീവ് സെന്റിമെന്റിൽ കാണിക്കും. 300 നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 400 മുകളിലാണ് റെസിസ്റ്റൻസ് നൽകുന്നത്. പക്ഷെ ഫ്രൈഡേ നമ്മൾ എക്സാക്റ്റ് പറഞ്ഞിരുന്നു 140 റെസിസ്റ്റൻസ്. 340 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 340 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റിക്ക് 24,600 അടുത്താണ് പിന്നെ റെസിസ്റ്റൻസ്. 24,600 അടുത്ത് സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഇനിയാലും നിഫ്റ്റിയിലും മുകളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയാലും 24,600, അതുപോലെ തന്നെ 24,800, ഈ രണ്ട് റെസിസ്റ്റൻസുകളാണ് ഇനി ഒരു ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മുകളിൽ ഇനി സസ്റ്റെയിൻ ചെയ്യണം. നിഫ്റ്റി ഓൾറെഡി ഈ ബൈ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബൈയുടെ സ്റ്റോപ്പ് ലോസ്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ബൈയുടെ സ്റ്റോപ്പ് ലോസ് 24,100 സ്റ്റോപ്പ് ലോസ് വരുന്നത്. 24,100 കുറച്ചൊരു താഴെയാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് അതിൻ്റെ ആയിട്ടുള്ള ഒരു വോളറ്റാലിറ്റി ഉണ്ടായിരിക്കും. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ടാണ് സാധിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ രണ്ട് മാനേജ് ചെയ്യാനുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ 24,100. 100ന്റെ താഴത്തേക്ക് ക്യാനിൽ സസ്റ്റെയിൻ ചെയ്താലാണ് വീക്ക്നെസ് വരുന്നത്. അതുപോലെ തന്നെ 24,600 മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ തന്നെ 24,800 അടുത്ത് റെസിസ്റ്റൻസ് ഉണ്ട്. ഈ രണ്ട് റെസിസ്റ്റൻസുകളാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഇതനുസരിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഹയർ ലെവല് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് അനുസരിച്ച് വർക്ക് ചെയ്ത് നോക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസിൽ നമ്മൾ നൽകിയിരുന്നത് 24,305 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. ഇവിടെയാണ് 305 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്ലോസ് ചെയ്താൽ അടുത്തൊരു സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. അടുത്ത സപ്പോർട്ട് ലെവലിന്റെ അടുത്തേക്കാണ് നിഫ്റ്റി എത്തിയിരുന്നത്. 24,200 അടുത്തേക്കാണ് നിഫ്റ്റി എത്തിയിരുന്നത്. അതിനുശേഷം 340 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. എല്ലാ റെസിസ്റ്റൻസുകളും ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്ന രീതിയിലാണ്. ഇത് വരും ദിവസം ഒരു റെസിസ്റ്റൻസ് ആണ്. ഇതിന്റെ മുകളിൽ അധികം റെസിസ്റ്റൻസുകൾ നമ്മൾ നൽകിയിരുന്നില്ല. കാരണം ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ പിന്നെ റെസിസ്റ്റൻസ് 600 അടുത്താണ്. 600 വരെ ഈ ഒരു ട്രെൻഡിന് ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇതനുസരിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും 24,510 ഒരു സപ്പോർട്ടാണ്. 24,510. അപ്പൊ നിഫ്റ്റി 24,510 ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈമില് ക്വിക്ക് ആയിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും. പക്ഷെ ഈ ഒരു ലെവലില് 24,475 നല്ല സപ്പോർട്ടാണ്. 24,475 500 അല്ല സപ്പോർട്ട്, 500ന്റെ താഴെയായിരിക്കും സപ്പോർട്ട് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാം. 475 ആയിരിക്കും സപ്പോർട്ട് വരുന്നത്. 24,432 സപ്പോർട്ട് വരുന്നത്. ആ സപ്പോർട്ടിനും താഴെ 24,385 24,385 ഇതാണ് ലോവർ ലെവൽ സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഹയർ ലെവലിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലോസിംഗ് റേഞ്ചിന്റെ ഇടയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണുന്നില്ല. നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് കുറച്ചൊരു ഹയർ ലെവലാണ്. അതായത് 24,575 24,575. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 575 മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത റെസിസ്റ്റൻസ് 24,600 മുകളിലേക്ക് ക്ലോസിംഗ് ബേസിസിൽ 24,600 മുകളിലേക്ക് ക്ലോസിംഗ് ബേസിൽ ഇൻട്രാഡേ ക്യാൻഡിൽസ്റ്റിക്ക് 5 മിനിറ്റിലെ ക്യാൻഡിൽസ്റ്റിക്ക് ക്ലോസ് ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 24,575 ആയിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഇനി അടുത്ത റെസിസ്റ്റൻസ് 24,655 655 വരെ മുകളിലേക്ക് ഒരു സാധ്യതയുണ്ട്. അതിനുശേഷം കുറച്ചൊരു ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് എങ്ങനെയാണ് നിലനിൽക്കാന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം വോളറ്റാലിറ്റിക്ക് ഈ റേഞ്ചിൽ സാധ്യതയുണ്ട്. സഡൻ ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് സാധ്യത കുറവാണ്. കാരണം 600 സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
655 അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനുശേഷമായാലും ആക്ട് ചെയ്യുന്നത് 24,695 24,695, അതായത് 700 താഴെയാണ്. ഇൻ കേസ് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലും ഇതിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഇതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വീക്ക്നെസ് എന്ന് പറയുന്ന രീതിയിലായിരിക്കണം മാർക്കറ്റിനെ മാനേജ് ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 27,650 തൊട്ട് താഴെയാണ്. ഷോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈമിൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഈ ഒരു ലെവൽ ശ്രദ്ധിക്കണം. ഈ ഒരു ലെവലിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. ബൈ ഓപ്പർച്യൂണിറ്റി 24,600 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ എടുക്കാം. 575 താഴെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ 600 മുകളിലായിരിക്കണം സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. അപ്പോൾ ഇതനുസരിച്ച് നിഫ്റ്റിനെ മാനേജ് ചെയ്ത എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വരും ദിവസങ്ങളായാലും നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവലിൽ ഇനി 200 അടുത്താണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. 200 അടുത്താണ് ഇത്. ഈ ഒരു ലെവലിൽ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ 50-200 അടുത്താണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഹയർ ലെവലിലേക്ക് വരുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഇന്ന് വന്നിരിക്കുന്ന ഓരോ തൊട്ട് താഴെയായിരിക്കും സപ്പോർട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഓരോ തൊട്ട് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റിലൊക്കെ നമ്മൾ തന്നിരിക്കുന്നത് നോക്കുക. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരുന്നത് 50,220, 50,275 ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലായിരുന്നു. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഈ ഒരു ലെവലിൽ സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി സെറ്റായിട്ട് അടുത്തൊരു സപ്പോർട്ട് ലെവലുകൾ ടെസ്റ്റ് ചെയ്തു. 39,930 ടെസ്റ്റ് ചെയ്തു. 49,775 സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 930 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു ബൈയിലേക്ക് കടന്നു. മാത്രമല്ല 50,220, 50,270 മുകളിലേക്കും കടന്നു. അപ്പോൾ ഈ പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള സെന്റിമെന്റ് ആണ്. ഹയർ ലെവലിൽ ഇതിന് മുകളിൽ പിന്നെ നമുക്ക് റെസിസ്റ്റൻസ് ഇല്ല. കാരണം ഈ ഒരു ലെവലിൽ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് റിസ്കസ് ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബൈക്ക് തന്നെയാണ് സാധ്യത. അതുകൊണ്ടാണ് ആ ഒരു സെന്റിമെന്റിൽ നമുക്ക് റെസിസ്റ്റൻസ് നിലത്തത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റി റൈറ്റ് റെസിസ്റ്റൻസ് ഏതാ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ 50,835, പിന്നെ 50,200 അടുത്താണ്. ഈ ഒരു ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇവിടെ 265 51,165 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 51,265 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. എനിക്ക് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിൽ തന്നെ സാധ്യത. ഈ ഒരു ലെവലിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. പക്ഷെ 50,835 സ്ട്രോങ് സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് ലെവലിലേക്ക് ടെസ്റ്റ് ചെയ്യും. ഇൻകേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ബൈ ഓപ്പർച്യൂണിറ്റി 50,135 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. 50,640 സപ്പോർട്ട്, അതിനുശേഷം 50,275 സപ്പോർട്ട്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. 50,640 സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യും. അതിനുശേഷമായാലും അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 50,275 സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ വലിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 49,950, 825 ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. 49,950 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ട് 22,620 ഹോൾഡ് ചെയ്തുകൊണ്ട് 710 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. തുടക്കത്തിൽ ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫിൻ നിഫ്റ്റിയിൽ കിട്ടിയിരുന്നു. വരും ദിവസങ്ങളിൽ ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇതനുസരിച്ച് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ 22,885 സപ്പോർട്ട്. 885 താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫിലോ വലിയ ടൈം ഫിലോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ 22,690 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഒരു മുകളിലും ബൈയിലാണ്. 610 ഹോൾഡ് ചെയ്തുകൊണ്ട് 690 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ സ്ട്രോങ് ബൈ ആണ്. അതുപോലെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് തന്നെയാണ് സാധ്യത. ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,062 അടുത്ത റെസിസ്റ്റൻസ്. അതും ബ്രേക്ക് ചെയ്താൽ 23,160
റെസിസ്റ്റൻസ് വരുന്നത്. 160 അടുത്ത് ഒരു കുറച്ചൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ 250 അടുത്തും 160 അടുത്തും സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 160 മുകളിലാണ്. അതിനുശേഷം ഇതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,062 കൂടി ബ്രേക്ക് ചെയ്താൽ ഹയർ ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത സപ്പോർട്ടിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫിനിഫ്റ്റിയിലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റ് വലിയ ദിവസമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. താങ്ക് യു.